ഞാൻ ഡോക്ടർ പ്രകാശ്. 28% ആളുകൾ പ്രമേഹം മൂലം കേരളത്തിൽ മരണമടഞ്ഞു എന്ന ഒരു റിപ്പോർട്ട് കാണാനിടയായി. അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ലോകത്തിൽ പ്രമേഹം മൂലം ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് പാകിസ്ഥാനിലാണ്, 30.8%. രണ്ടാം സ്ഥാനമാകട്ടെ ഫ്രാൻസിനാണ്. ഫ്രാൻസിലത് 25.2%. ഇനി കേരളത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കേരളത്തിൽ 28% പ്രമേഹം മൂലം മരണമടയുന്നത്. ഇന്ത്യൻ ശരാശരി എത്രയാണെന്നറിയോ? കേവലം 11.8% ഉള്ളൂ. പ്രമേഹം ഒരു ജീവിത ശൈലി രോഗമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഒരു ചിട്ടയായ ഭക്ഷണരീതിയും കുറച്ച് വ്യായാമവും കുറച്ച് മരുന്നും കഴിച്ചാൽ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാവുന്ന ഒരു രോഗമാണ് പ്രമേഹം. പൊതുവേ ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിന് അവോയ്ഡ് 5 വൈറ്റ് പോയ്സൺസ് എന്ന് പറയാറുണ്ട്. പഞ്ചസാര, ഉപ്പ്, മൈദ, പാല്, സ്റ്റാർച്ച്, ഈ 5 വസ്തുക്കളാണവ. ഇതിൽ തന്നെ മൈദ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുവാണ്. മൈദ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മൈദ ഗോതമ്പ് തന്നെയാണ്. ഈ ഗോതമ്പിൻ്റെ നല്ല ഭാഗങ്ങളായ തവിടും അതിന് മുളയ്ക്കുന്ന ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള സ്റ്റാർച്ച് മാത്രം എടുത്ത് പൊടിച്ച് ബ്ലീച്ച് ചെയ്ത് അത് തൂളിപ്പോകാത്ത രൂപത്തിൽ കെമിക്കൽ ചേർത്ത് ഉണ്ടാക്കുന്ന വസ്തുവാണ് മൈദ. ഈ മൈദയെ ബ്ലീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബെൻസൈൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ്. ഇത് ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നു എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതുമാണ്. നാം ഇവിടെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൂടാതെ വ്യായാമത്തിലും ശ്രദ്ധിക്കണം. യോഗയോ ഡാൻസോ ജിംനേഷ്യോ കളികളോ എന്തുമാകാം, എന്തായാലും നിശ്ചയമായും വ്യായാമം ചെയ്തിരിക്കണം. ഭക്ഷണ രീതി കൊണ്ടായാലും വ്യായാമം കൊണ്ടായാലും ഇനി അല്പം മരുന്ന് കൊണ്ടായാലും ഏത് രീതിയിലായാലും പഞ്ചസാരയുടെ അളവ് കൃത്യമായ അനുപാതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് പ്രമേഹ രോഗി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഏതെങ്കിലും രീതിയിൽ കിട്ടുന്ന പല അറിവുകളും ഉപയോഗിച്ച് സ്വയം ചികിത്സ നടത്തുന്ന പ്രമേഹ രോഗികൾ നിരവധിയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു ഒറ്റമൂലിയായിരിക്കും ഉപയോഗിക്കുക. ഈ ഒറ്റമൂലി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും ഉപയോഗിക്കേണ്ടാവുക. പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനായാലും ഗുണമുണ്ടാവും ദോഷമുണ്ടാവും. ഈ ഒറ്റമൂലി എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല വശത്തെ ഉപയോഗിച്ചിട്ടായിരിക്കും ഷുഗറിനെ അത് കുറയ്ക്കുന്നത്, പ്രമേഹത്തെ ചികിത്സിക്കുന്നത്. പക്ഷേ ആ വസ്തുവിൽ മനുഷ്യന് ദോഷം ചെയ്യുന്ന മറ്റൊരു ഘടകം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അല്ലെങ്കിൽ ദീർഘകാലം ഒരു ഒറ്റമൂലി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവസാനം പ്രമേഹം നിയന്ത്രിക്കപ്പെടും, പക്ഷേ മറ്റ് പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. കേവലം ഒരു സസ്യത്തിൻ്റെ ഭാഗം ഉപയോഗിച്ചുള്ള ചികിത്സ ആയുർവേദത്തിൽ പതിവില്ല. ആയുർവേദം ചികിത്സയ്ക്ക് വേണ്ടി ഫോർമുലകളെയാണ് ഉപയോഗിക്കുക. നമുക്കിവിടെ പ്രമേഹത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പ്രമേഹ ചികിത്സയ്ക്ക് ആയുർവേദക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഫോർമുലയാണ് നിശാകതകാദി എന്ന് പറയുന്ന ഒരു കഷായം. 8 കൂട്ടം മരുന്നുകൾ അടങ്ങിയ ഫോർമുലയാണ്. ഇതിൽ ആദ്യത്തെ 4 മരുന്നുകളാകാം ഒരു പക്ഷേ പ്രമേഹത്തെ കുറയ്ക്കുന്നത്. ബാക്കിയുള്ള 4 എന്തിനാണെന്നല്ലേ? അത് ആദ്യം പറഞ്ഞ 4 ഗുണപരമായ വശത്തെ ഉത്തേജിപ്പിക്കുന്നതിനും അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ വിശദീകരിച്ച ഈ ആയുർവേദ തത്വങ്ങളെ ആസ്പദമാക്കി ചേറ്റിപ്പറമ്പിൽ ആയുർ പ്രൊഡക്ട്സ് രൂപകൽപ്പന ചെയ്ത ഒരു ഔഷധമാണ് ആൻറ്റിഡയ. 4 തലമുറകളായി ആയുർവേദം കൈകാര്യം ചെയ്തു വരുന്ന ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോർമുല നിങ്ങൾക്ക് മുമ്പാകെ വയ്ക്കാൻ വളരെ അഭിമാനമുണ്ട്.